ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഷവർമ ഷോർട്സ്. അപ്പോൾ ചില ഐറ്റംസ് കണ്ടാൽ നമ്മൾ പറയില്ല മസ്റ്റ് ട്രൈ, അല്ലെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ഇത് കഴിച്ചിരിക്കണം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഷവർമ ഷോർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ 350 ഗ്രാമോളം എല്ലില്ലാതെ ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തതാണ്. അപ്പോൾ ചിക്കൻ എടുക്കുന്ന സമയത്ത് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമുക്ക് സ്നാക്കിലേക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിർബന്ധമായിട്ട് കട്ട് ചെയ്തെടുക്കണേ. ഇനിയിപ്പോൾ ഇതാ നമുക്കിതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 2 നുള്ളി ചെറിയ ജീരകം, ക്യുമിൻ സീഡാണ്. അത് നിർബന്ധമായിട്ടും ചേർക്കുക, ഒട്ടും തന്നെ കൂടരുതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. രണ്ടും കൂടി 1.5 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സാക്കി നല്ലപോലെ കുഴച്ചെടുക്കട്ടെ. നമ്മുടെ ചിക്കൻ്റെ എല്ലാ സൈഡിലേക്കും മസാല എത്തിക്കിട്ടണം. അങ്ങനെ ഇത് നമ്മുടെ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഒരു 10-15 മിനിറ്റ് ചുരുങ്ങിയത് എന്തായാലും വെക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയേ. ഇനി നമുക്കിതിലേക്കൊരു മയോണൈസ് റെഡിയാക്കി എടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കുക കേട്ടോ. എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മയോണൈസാണ് റെഡിയാക്കി കാണിക്കുന്നത്, പാല് കൊണ്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് പാല് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ സെയിം അളവ് തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1-2 അല്ലി, വലിയ അല്ലിയാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 പിഞ്ച് പഞ്ചസാര കേട്ടോ, ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേസ്റ്റ്. പിന്നെ കുറച്ച് വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര്, പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നാക്കിൽ പ്രത്യേകിച്ചും ഈ ഒരു തിക്നെസ് തന്നെ മയോണൈസ് റെഡിയാക്കി എടുക്കണേ, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടുക. ഇനി നമുക്ക് ഈ ഒരു ഷവർമ ഷോർട്സിലേക്ക് വേണ്ടുന്ന പൂരി റെഡിയാക്കി എടുക്കണം. നമുക്ക് മാവൊന്നും കുഴച്ച് വരുത്താതെ നല്ല ഇൻസ്റ്റൻ്റായിട്ട് സിമ്പിളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മുടെ പാനിപൂരി ഇല്ലേ, അതിൻ്റെ പൂരി നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, ഇതുപോലത്തെ ഒരു ഐറ്റം. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യേണ്ട പരിപാടിയല്ലോ കേട്ടോ. നല്ല സിമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിക്കി നിറച്ച് കുറേ ഒന്നിച്ചിടരുത്, ഒരു 5-6 എണ്ണമൊക്കെ വെച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ എണ്ണയിൽ ചൂടായ സമയത്ത് ഇടുക. പെട്ടെന്ന് തന്നെ കണ്ടില്ല, വീർത്ത് വരും. ഇളക്കി 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 എല്ലാ സൈഡും ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. കുറേ ടൈമൊന്നും വെക്കരുത്. വീർത്ത് വന്ന ഉടനെ തന്നെ എടുക്കണേ, കോരിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ല, ഇത്രയും പരിപാടിയില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം പൂരി വേണോ അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ എത്രത്തോളം നമുക്ക് സ്നാക്ക് ആവശ്യമുണ്ട് അതിനനുസരിച്ച് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഷവർമ ഷോർട്സിലേക്കുള്ള ഷവർമ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ ഇല്ലേ, അത് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിനെ. അപ്പോൾ അതിന് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത എല്ലാവർക്കും അറിയാമല്ലോ ഫ്രൈ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം. ക്യാബേജ്, കക്കിരി, ക്യാരറ്റ്, സവോള, തക്കാളി. അതിൽ ക്യാബേജ് കുറച്ചധികം എടുത്തിട്ടുണ്ട്. ക്യാരറ്റും കക്കിരിയൊക്കെ ചെറിയ ചെറിയ പീസാണ്, ഹാഫ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ഹാഫ് സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പീസ് അളവിൽ തക്കാളി, അതിൻ്റെ ആ ഒരു കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതാ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മയോണൈസ് ഇല്ലേ, അത് 2-3 സ്പൂണായിട്ട് ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നോക്കി നോക്കി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതിയേ. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇനി എക്സ്ട്രാ ഉപ്പ് ഇടുന്നില്ല, കാരണം മയോണൈസിലും ചിക്കനിലും ഒക്കെ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നെങ്കിൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് മയോണൈസിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഷവർമ ഷോർട്സിൻ്റെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. ആ ഒരു ചിക്കൻ മസാല ഇങ്ങനെ തന്നെ റെഡിയാക്കിയിട്ട് ഫ്രൈ ചെയ്യണേ, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമുക്ക് ഷോർട്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട പരിപാടിയേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ പൂരിയുടെ സൗണ്ട് നോക്കിയാൽ ആ ഒരു ക്രിസ്പിനെസ് നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് നിറച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ പൂരിയുടെ വലുപ്പത്തിനനുസരിച്ച് നിറച്ച് കൊടുക്കാം. പിന്നെ ഞാൻ ഇനിയിപ്പോൾ പൂരിയിലേക്ക് എക്സ്ട്രാ മയോണൈസും കെച്ചപ്പും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കാരണം ഫില്ലിങ് തന്നെ അത്യാവശ്യം ഞാൻ ഓൾറെഡി മയോണൈസ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നല്ല ഭംഗിയില്ല കാണാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ പീസും സവാളയും ക്യാരറ്റും കുക്കുംബറൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പച്ചക്ക് ഇതുവൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ സെർവ് ചെയ്ത് മൊഞ്ചാക്കി വെച്ചിട്ട് നല്ല മൊഞ്ചില്ലേ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. വെറുതെ പറയല്ല, എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സിമ്പിളും അല്ലേ ഉണ്ടാക്കുക, ഒരുപാട് മെനക്കെടൊന്നുമില്ല. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ നോമ്പ് ഓർക്കുന്ന ടൈമിലൊക്കെ ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ നിങ്ങൾ പാർട്ടിയിൽ സെർവ് ചെയ്യാൻ നേരത്ത് കഴിക്കാൻ നേരത്ത് സെർവ് ചെയ്ത് വെച്ചാൽ മതി. മസാലയും പൂരിയൊക്കെ മുന്നേ ഉണ്ടാക്കിയിട്ട് പൂരി അടച്ച് വെക്കുക കേട്ടോ ഒരു കണ്ടെയ്നറിൽ. എന്നിട്ട് മസാല അവിടെ അടച്ച് വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ ടേബിളിൽ സെറ്റ് ചെയ്യാൻ നേരത്ത് ഈ ഒരു പൂരിയിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടേബിളിൽ ഒരു ബൗളിൽ മസാലയും ഒരു ബൗളിൽ പൂരിയും സെപ്പറേറ്റ് കൊണ്ടാക്കാം. എന്നിട്ട് ആ സമയത്ത് പെട്ടെന്ന് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. നമ്മൾ പാനിപൂരിയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എങ്ങനെയാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആട്ടോ, ഒന്നും പറയാനില്ല. ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ അതേ മസാലയൊക്കെ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്